2-3 ദിവസമായിട്ട് ഇവരുടെ കൂടെ നടന്നിട്ട് എന്റെ ഞാൻ തന്നെ എനിക്ക് വയസ്സായതുപോലെ തോന്നുന്നു. അത് നോർമലി പ്രായമായി എന്നാലും. ഹലോ പറയടാ, നീ എന്താ പറഞ്ഞേ? വിഷമം പറയായിരുന്നു. ഇപ്പൊ അണ്ണനോട് സ്നേഹമൊന്നുമില്ല, അണ്ണന് അന്ന് വന്നതിന് ശേഷം മൈൻഡൊന്നുമില്ല എന്നൊക്കെ പറയുന്ന. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇവൾ എന്തിന്റെ ആവശ്യത്തിനാണ് ജോക്കിയുടെ മറ്റേ PA ഒക്കെ ആവാൻ നടന്നത്? അതല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ. ഞാൻ വന്ന് രണ്ടൊക്കെ പറഞ്ഞാലോ ഇവിടെ. നീ എവിടെ നിൽക്കണം? മുതുക്കിന്ന് അവളെ പൊക്കിയെടുത്തിട്ടെ, മുതുക്കിന്റെ ലെഫ്റ്റിലോട്ടുള്ള ബീച്ചിന്റെ അങ്ങേ അറ്റം ഇല്ലേ, പാലത്തിന്റെ അവിടെ. അവിടെ ഇന്ന് 2-1 തീരുമാനിച്ചിട്ടേ ഉള്ളേ. ഒരു പെണ്ണിന്റെ കരച്ചിൽ നിന്ന് നിങ്ങൾ കാണേണ്ട വരും. ആ ശാപം ഒന്നും പറഞ്ഞ എന്നെ ആരും പേടിപ്പിക്കണ്ട. നമ്മൾ ഒരുപാട് പെണ്ണുങ്ങൾ കണ്ണീരൊക്കെ കണ്ടിട്ടുള്ളതാണ്, മനസ്സിലായ? ഇന്ന് ഞാൻ 2-1 ഞാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് ഹലോ എന്താ പരിപാടി? ഒന്നുമില്ല കോച്ച്, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വന്നതാണ്. ചാറ്റില് വെറുതെ ഇതാ വരുത്തോട്ടെ. ഇന്ന് നിങ്ങളൊരു കോച്ചിന്റെ കണ്ണീര് കാണേണ്ട വരും. പക്ഷെ എന്റെ അടുത്ത് എടാ ഞാൻ കുറച്ച് റൂഡായിരിക്കുവേ. വിളിച്ചോ ഇവന്റെ മോളാ ഇതെന്താ കോച്ച്? നിങ്ങൾക്കൊക്കെ MS ഉണ്ടോ, പിങ് ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഹലോ ബ്രോ. എന്താ ബ്രോ? എന്റെ പേര് കാർട്ടർ. ഞാൻ ഓക്കെ. ഇതല്ലേ അത് ഇവന്റെ മോളെ ഒന്ന് വരുമോ? പറഞ്ഞോ കോച്ച്. ഈ പെണ്ണ് കിട്ടാത്ത ആളെ കൊണ്ട് വയസ്സാം കാലത്ത്. കോച്ച് ഇത് ഞാൻ സൊല്ലി ആവണം. അതാണോ? സീരിയസ്ലി എന്ത് ദർശനം എടുത്തോ? ദർശനം ഇല്ലല്ലോ. ഒരു പൊണ്ണ് പാത്തണ്ടാ, കണ്ണ പാത്ത്. கூட இருக்கும்போது அவ்வளோ சில் ப்ரீஸ் இருக்குடா. அவ என்ன சொல்றது പേരെന്താ? இல்ல இப்போதைக்கு பேர் പറയില്ല. പേര് ഐ ഇருக்கு അത്ര ഉള്ളൂ. ഐയിൽ ആരംഭിക്കുവോ? ഐയിൽ ആരംഭിക്കില്ല. ബട്ട് അത് വായിന്ന് വീണു കേട്ടോ ഓൾറെഡി. ഇല്ല വിழுந்துട്ടില്ല. സരളയാണോ? இல்லடா, எவ்வளவு சரளால ஐ எங்கடா இருக்கு? സരള ഇല്ല. അയ്യോ ഗൈസ്, അത് പറഞ്ഞപ്പോഴാ അവളുടെ അച്ഛൻ മരിച്ചു പോയാ. ഗൈസ് അവളുടെ അച്ഛൻ മരിച്ചുപോയി. ഇന്നാണ് മരിച്ചു. ഇന്നലെ രാത്രിയിലാന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി മരിച്ചുപോയി. അല്ല കോച്ച്, ഞാനത് ഇവിടെ പറയായിരുന്നു. ഓസി പറയായിരുന്നു. സരളയുടെ അച്ഛൻ മരിച്ചുപോയി. പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ ഒരാള് പോയതിന്റെ പുറകിൽ ഉടനെ അടുത്തത് വേണം. കഴപ്പല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടില് കഴപ്പെന്ന് പറയാം. എനിക്ക് കൊച്ചുണ്ടല്ലോ കൊച്ചു, എനിക്കൊക്കെ എന്റെ ഏറ്റവും ലാസ്റ്റിലത്തെ പ്രണയം എന്ന് പറഞ്ഞ സൂസനായിരുന്നു. അത് കഴിഞ്ഞ് എന്തോ 10 പേരുണ്ടല്ലോ ഇപ്പൊ. 10 പേരോ കോച്ച്? ഞാൻ ആ ഒരു ആത്മാർത്ഥ പ്രണയത്തിന് ശേഷം ഞാൻ ഇതുവരെ അങ്ങനെ വെളിയിൽ ഒരാളുടെ പോലും പോയിട്ടില്ല, മനസ്സിലായ? எனக்கு ஆத்மாந்த பிரணயம் இன்னும் வந்துല്ല. ഇതാ മുതൽ நினைக்கிறேன், മനസ്സിലായ? ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെ വളയ്ക്കുമ്പോഴും ഇങ്ങനെയല്ലേ പറയുന്നേ? ഓ അതിനെല്ലാം പറഞ്ഞോ. ജോക്കി മെറ്റ അടിച്ചു വരുമെന്നോ?
എന്താടാ നിനക്കൊക്കെ എന്താ പ്രശ്നം? എടാ ഈ ഫണ്ണാർപ്പിക്കൊക്കെ അങ്ങനെ ചെയ്യുന്നതിന് എന്ത് അങ്ങനെ ചെയ്താലും ഇപ്പൊ എന്താ ഫണ്ണാർപ്പിയിലൊക്കെ? എക്സ്ക്യൂസ് മീ. ഹലോ മറിച്ച് വന്നല്ലോ. ആ ഹലോ. ഹലോ ആ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞോ. ഒരു മിനിറ്റ്, ജോക്കി വിളിക്കുന്നു. എനിക്ക് ഇമ്പോർട്ടന്റ് അതാണ്. ഒരു സെക്കൻഡ്. ഹലോ എവിടാ മോനെ? ജോക്കി ബിസിനസിന്റെ തിരക്കിലുമാണോ? ജോക്കി ഇലക്ട്രീഷ്യനെ കാണാൻ വന്നപ്പോ പുള്ളി പ്ലംബറിന്റെ വേഷം ഇട്ടിട്ട് പുള്ളി അങ്ങോട്ട് പോയി. പുള്ളി ഇനി തിരിച്ചു വന്ന് ഇലക്ട്രീഷ്യന്റെ വേഷം തിരിച്ചിടുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. പുള്ളി ഇപ്പൊ എവിടെയോ പ്ലംബിംഗ് പഠിത്തം നടന്നുകൊണ്ടിരിക്കണം. ഇതെല്ലാം ഒറ്റ റോൾ ഒരാൾ തന്നെയാണ് ചെയ്യണേ. മോൻ മറ്റേ പടത്തിലൊന്നും അഭിനയിക്കാൻ പോയില്ലല്ലോ അല്ലേ? ഇല്ല പടത്തിലൊന്നും അഭിനയിക്കാൻ പോയിട്ടില്ല. ശരിക്കുള്ള പ്ലംബർ ഇലക്ട്രീഷ്യൻ തന്നെ. അതെ, എപ്പോഴത്തേക്ക് ഫ്രീ ആവും? പുള്ളി മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളാണ്. അല്ല, നീ എപ്പോ ഫ്രീ ആവുന്ന ഞാൻ ചോദിച്ചത്. ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഫ്രീ ആവും. ഒരു 5 മിനിറ്റ് മാക്സിമം. പൈസ കൊടുക്കേണ്ട താമസം. വിളിക്കണം കേട്ടോ. ഞാൻ ഒരു പെണ്ണിനെ കണ്ടില്ല. മോബി ഒന്ന് പറഞ്ഞു വിട്ടു. മോബി ഒന്ന് ഇച്ചിരി പറഞ്ഞു. ഹലോ ഹലോ ആ പറഞ്ഞോ. കുറച്ച് പ്രൈവറ്റ് പ്ലീസ്. നിനക്ക് പ്രൈവസി മാറിക്കോ. നീ ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ നടക്കണത് വരവെന്നാളാ. ഞാൻ മൊബൈലോ ഇവിടെ ഇവനെ ലക്ഷ്മിക്കുട്ടിയുടെ പേരില് ബ്രഹ്മചാരി കിടന്ന് പൊളക്കണം. അതിന്റെ ഇടക്ക് കിടന്ന്. ഹലോ ആ പറഞ്ഞു. അല്ല വാസന എന്താ വാസുവിന് എന്ത് ഇന്നത്തെ ദേഷ്യം എന്ത്? ഇത്തിരി ടഫാണേ. എനിക്കെന്തൊരു ദേഷ്യം. കുട്ടിയല്ലേ ഇവിടെ ജോലിക്ക് അതിനൊക്കെ വേണ്ടിട്ട് എല്ലായിടത്തും പോയത്. ജോക്കിയൊക്കെ എടുത്ത് മുമ്പില് എന്നെ ഒരുമാതിരി നാണം കെടുത്തിയത് ആരാണ്? കുഞ്ഞാനാണോ? ഞാൻ നാണം കെടുത്തില്ലല്ലോ. എന്നെ ജോക്കിയോട് വിളിച്ചിട്ട് എന്നോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജോക്കി അങ്ങോട്ട് വിളിച്ച് ചോദിച്ചല്ലേ, അല്ലാതെ നീ പട്ടറിയാന്ന് പറഞ്ഞോണ്ടല്ലേ. അല്ല ബില്ലു വന്നിട്ട് പറഞ്ഞു ജോലിക്ക് പകല് മൊത്തം ലിപ്സ്റ്റിക് വീട്ട് നടന്നിട്ട് വൈകുന്നേരം ആവുമ്പോ കപ്പലണ്ടി കച്ചവടം എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെ നിന്നെ വിളിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഇതായി പോട്ടെ എന്ന് വിചാരിച്ചാണ് വിളിച്ചത്. അല്ലാതെ പുള്ളി അങ്ങനെ ഒരാളെ പി എ ആക്കത്തില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. അല്ല എന്നെ പി ആക്കില്ലല്ലോ. പി എ ആക്കൂലായിരുന്നോ? അല്ല ആക്കില്ല. ഞാൻ പറഞ്ഞത് എന്തായാലും ആക്കിയേനെ. ഞാൻ പക്ഷെ ഇനി പറയത്തില്ല ഒരിക്കലും. ഇനി ഞാൻ പറയത്തില്ല. ഇല്ല എനിക്ക് വാസവണ്ണന്റെ പി എ എനിക്ക് പി എ ഒന്നും വേണ്ട. എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാൻ അറിയാം. അതെ എന്നാ വേണ്ട. എന്നാ എനിക്ക് പി എ വേണ്ട. പിന്നെ എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ട. ആ അതൊക്കെ ആദ്യമേ പറഞ്ഞാ പോരെ. എന്ത് വളച്ചു കിട്ടണ എന്തിന്? കേൾക്കുമ്പോ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. എനിക്ക് ജീവിക്കേണ്ടതല്ലേ ഇവിടെ. ജീവിക്കണം. ഇതിപ്പോ എവിടെ പോയാലും എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ മോബി നീ ഇത് കേക്കണം കേട്ടാ മോബി. ഇപ്പൊ എനിക്ക് വേറൊരു പെങ്കൊച്ചിനോട് മിണ്ടാൻ പറ്റത്തില്ല, ഒരു ബിസിനസ് ഡീല് സംസാരിക്കാൻ പറ്റത്തില്ല. മിസ്റ്റർ എക്സിൽ ഒരു മിസ്റ്റർ എക്സ് അതാര്? ഹലോ ഹലോ കേക്കാം അതാര്? ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ എടാ ഞാനിപ്പോ വേറെ കാര്യം പറയാം. നമുക്കൊരു ബിസിനസ് ഡീലായിട്ട് ഞാനൊരു പെണ്ണിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്നെ കാണുമ്പോഴത്തേന് ഇങ്ങനെ തൊലിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എന്തു പറ്റി? ഞാൻ ഓർത്ത് നോർമലി ചിരിക്കണതാണോ? അല്ല റിലേഷൻഷിപ്പിലൊക്കെ ആയല്ലേ. അപ്പോഴെല്ലാണോ ഇത് തന്നെയാണ് കേട്ടോ. എല്ലാണോ ഇത് തന്നെ. എന്നാ നമുക്ക് എടാ ഇത് കേൾക്കുന്നോണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ റിലേഷൻഷിപ്പിലാണെന്നുള്ള പേര് നാട് മൊത്തം. ജീവിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ? ഇല്ല. ഇങ്ങനെ ചൂടാവണ്ട. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കല്ലോ. ഒരു ഒഴിവാക്കണം. തല്ലി കൊല്ലട്ടെ. മറ്റുള്ളവരാണ് ഒഴിവാക്കേണ്ടത്. അവളാണ് വിഷം.
പിങ്കൂടിയാ പിന്നെ അത് ലോലന്റെ ഗേൾഫ്രണ്ടാ. ആ ഹലോ भाईजान मैं आपको मैसेज किया ആ ബായിജാൻ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ അന്നാരം തന്നെ തിരിച്ചു വിളിക്കണമെന്നുണ്ടോ ബായിജാൻ? എനിക്കും തിരക്കുകളില്ലേ? ഞാൻ എന്റെ കുടുംബ പ്രശ്നം സംസാരിച്ചോണ്ടിരിക്കല്ലേ ബായിജാനോടെ. थोड़ा पीडी आ जाएगा ഓ പീഡി, ഞാൻ പീഡിയിലുള്ള മറ്റേ ഭരചന്ദ്രന്റെ മൂത്ത അളിയാണല്ലോ. എന്റെ പെങ്ങളാണ് ഭരചന്ദ്രൻ കെട്ടിയിരിക്കണത്. नहीं नहीं ഒരു കാര്യം കാണിക്കാൻ എന്ത് കാര്യം? അണ്ണാ ജോലി കിട്ടി. ജോലി കിട്ടിയാ? ആ വീഡിയോ കോൾ ചെയ്യാൻ തന്നെ നോക്കട്ടെ, എന്ത് ജോലി നിനക്ക് കിട്ടിയോ നോക്കട്ടെ. ആ ഇതേ അണ്ണാ നിന്നെ കാണുന്നില്ലല്ലോ. അണ്ണാ അണ്ണനെ കാണുന്നില്ല. അണ്ണാ ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ? ആ വിളി 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 വിളി. ആ അതാ ആ ഹലോ, അണ്ണാ കാണാമോ? നിന്നെ കാണുന്നില്ല. എടുക്കണം. അണ്ണാ मैं एक फोटो भेजेगा वो चेक करेगा अभी എന്താ? ना ഇപ്പൊ ഒരു ഫോട്ടോ അയക്കാം, ചെക്ക് കരോ. ആ ഓക്കെ. ചക്കര അയക്ക് ലോല എന്തെങ്കിലും വിചാരിക്കോ? പിടിച്ച് തട്ടിയല്ലോ. വെള്ളത്തിൽ മുക്കിയല്ലേ? ഈ വീഡിയോ കോൾ ബഗ്ഗാണ് ഇവിടെ. ഞാൻ ഇങ്ങനെ ആരെയും വീഡിയോ കോൾ ഇവിടെ ഓരോരുത്തർ നടക്കുന്ന തന്നെ നിനക്ക് നന്നായിട്ട് അറിയാലോ, നീ വൈകിട്ട് ഗതയൊക്കെ കാണിച്ച് വിളിക്കണതല്ലേ കീരി. വർക്കിംഗ് അല്ല. അതെയോ? കോളേജ് എടാ ഞാനൊരു അത്യാവശ്യം ഒരു ബിസിനസ് ഡീലിൽ നിൽക്കുമായിരുന്നു. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് സമയം തരും എനിക്ക്. 5 മിനിറ്റ്. എന്തോടെ കേട്ടില്ല? അതാ പറഞ്ഞ 5 മിനിറ്റ് സമയം തന്നത്. 5 മിനിറ്റ്. നിന്റെ ബാഗൊക്കെ കഴിഞ്ഞാ? എടാ നിനക്ക് ബുദ്ധി ഇല്ലടാ. നിനക്ക് പാലത്തിന്റെ അടിയിലെന്ന് പറഞ്ഞ അവന്മാരിപ്പൊ കെട്ടിയിരുന്നാലും ഇങ്ങോട്ട് വരൂലേ? ഞാൻ പറഞ്ഞില്ല. തിരിച്ചിട്ടില്ലേ? എടാ ഇവൻ പോലീസുകാരായോ? പറഞ്ഞായിരുന്നു കാണാൻ പള്ളി സാർ സുഖല്ലേ? ऐसे बात कर रहे ഇല്ല നമ്മള് എന്നോട് എങ്ങനെ സംസാരിക്കുന്നേ? നമ്മൾ ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഡ്രസ്സിലുള്ള ഒരാളെ ഇടപെടാന്ന് വിളിക്കൂല. അതാ ഞാൻ ഡ്രസ്സിന് കൊടുക്കുന്ന റെസ്പെക്ട്. നമ്മൾ കൊറേ നാളായി കണ്ടിട്ട്. നമുക്ക് കാണാം. ഞാനങ്ങനെ പി ഡി സൈഡിലേക്ക് ഞാൻ വരാറില്ല. പി ഡി കാരണം കള്ളന്മാരുടെ ഏരിയ ആയതുകൊണ്ട് ഇതുവരെ എനിക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യം വന്നിട്ടില്ല. വേറെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പലവട്ടം പി ഡിയിൽ വന്നിട്ടുള്ളതല്ലാതെ പരിന്തുവാസന് ഒരു കേസില്ല. അങ്ങനെയല്ല, ഫ്രണ്ട്ലി സംസാരിക്കാൻ. ഞാൻ ഉറപ്പായിട്ട് അങ്ങോട്ട് വരാം. ഇതൊന്ന് ഡീൽ ചെയ്തിട്ട് വരാം. വരാം. ഓക്കെ. ഓഫീസറുടെ പേരെന്തായിരുന്നു? പോലീസിൽ കയറിയാലേ ഇവനൊക്കെ കള്ളനെന്നും കള്ളം തന്നെ. ഇവന്തൊരു വീട്ടിൽ വിളിക്കുന്നത്? ആ സാർ ഹലോ. പീറ്റർ പാർക്കർ. ഓക്കെ പീറ്റർ പാർക്കർ. ഓക്കെ. പുതിയ ആളായി. അതെ അതെ അതെ. ശരി. ആ ഹലോ. എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പല കോളുകളും വരും. ഇതൊക്കെ എന്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും കോളുകളും ഒക്കെയാണ്. എനിക്ക് അതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായ? ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ ജോക്കി വിളിക്കും, എനിക്കപ്പൊ അങ്ങോട്ട് പോകേണ്ട വരും. ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ എന്റെ ബോബോയ് വിളിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞു? ആരോടാ ജോക്കി വിളിക്കുന്നു? 1 മിനിറ്റ് കുറച്ച് നേരമില്ല. ഹലോ എടാ എവിടാ ജോക്കി? ഞാൻ അവിടുന്ന് കാശ് വരുന്ന വഴിക്ക് നമ്മുടെ ബോബോയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ ബോബോയുടെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുക. ബോബോയുടെ അടുത്തോട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതിയോ അതോ ജോക്കിയുടെ അടുത്തോട്ട് വന്ന് വിളിച്ചോണ്ട് വന്ന് ബോബോയുടെ കൂടെ ഒരുമിച്ചിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മറ്റേ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് സംസാരിച്ച് ഡീൽ ചെയ്ത് പോണോ? അല്ലല്ല ഒരു ബോബോയെ കണ്ടിട്ട് വരാന്നോ? ബോബോയ് എവിടെയാണെന്ന് റേഡിയോ ചോദിക്കണം. ചോദിക്കുന്ന ചോദിക്ക്. ഒരു മിനിറ്റ്.
ബബു എവിടെയാ നിക്കുന്നേ? പലേറ്റ പാലം. ഓക്കെ, എന്നാ ഞാൻ പലേറ്റ പാലത്തിന്റെ അവിടെ വരാം. ആ ശരി 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 ഓക്കെ ഓക്കെ രണ്ടും പണ്ടമാരേട്ടാ, രണ്ടുപേരും വിളിക്കൂല. ബ്രഹ്മചാരി. ആ, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ജോക്കിയാണ്. ആ, ജോക്കി വീണ്ടും കോൾ വിളിച്ചതാണ്. എനിക്ക് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. കുട്ടി, എന്റെ ജീവിതം ഇങ്ങനെയാണ്, മനസ്സിലായോ? ഞാൻ ഇങ്ങനെയാണ് പണ്ട് തൊട്ട് ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്ത് എന്റെ കൂടെ ജീവിക്കാൻ ഒരാൾക്കും പറ്റത്തില്ലായിരുന്നു, മനസ്സിലായോ? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഇവന്മാരെയൊക്കെ ഇങ്ങനെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഞാൻ ബിസി ആൻഡ് എൻഗേജഡ് ആണ്. എനിക്ക് എന്റെ ഗ്യാങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, എന്റെ ബിസിനസ് ആണ് എന്റെ സെക്കൻഡ് പ്രയോറിറ്റി, അതിന്റെ എല്ലാം മുകളിൽ എനിക്ക് ജോക്കിയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതെ, ഓക്കെ ഉണ്ടോ? ഓക്കെ, ആ അത് അതിന്റെ ഉള്ളൂ കണ്ണന്. അത് കഴിയുമ്പോ ഈ ഫ്രണ്ട് ഇവിടെ വീട്ടിൽ വരും. ഏത് ഫ്രണ്ട്? അല്ല, ഉണ്ടോ? ഏത് ഫ്രണ്ട്? അപ്പൊ ഞാൻ ഫ്രണ്ട് ഇല്ല. ഓ അങ്ങനെ, ആ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആദ്യം ജോക്കി, അല്ല ആദ്യം ജീവി, അത് കഴിഞ്ഞ ജോക്കി, അത് കഴിഞ്ഞ എന്റെ പിള്ളേര്, അത് ബിസിനസ്, അത് എന്റെ ബിസിനസ്. അത് കഴിഞ്ഞ എനിക്ക് എന്റെ മീനുകുട്ടിയാണ് വലുത്. അതെ അതും കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ. അതെ അതെ അതെ. വിലയൊന്നുമില്ല. ആരോട് ഫ്രണ്ട്? ഓ, ചേട്ടാ പറയുന്നുണ്ടായിരുന്നു. ആ, എന്താ കേട്ടില്ല? ഒന്നുമില്ല. ഞാനൊരു ഗദ്ഗതം പറഞ്ഞു. ആ, ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും പറയുന്ന സമയത്തുണ്ടല്ലോ, മറ്റേ കാലൊക്കെ ഇട്ട് വരച്ച് ചീണിങ്, അത് പിന്നെ എനിക്കത് കേൾക്കുമ്പോഴേ ചെകുത്തുകൾ വരും. എന്തേലും ഉണ്ടെങ്കിൽ നേരെ നോക്കി പറയണം. അത് അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് ഇഷ്ടം, മനസ്സിലായ? അതെ, എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം. അല്ലാതെ ഈ പറയണത് പോലെ ഇങ്ങനെ വളഞ്ഞ് മൂക്കെ പിടിച്ച് ഇങ്ങനെ എഴയണ ആൾക്കാരെ ഒന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ താല്പര്യമില്ല. വണ്ടി റെഡി അല്ലേ? അങ്ങനല്ല, ഞാൻ മൊത്തത്തിൽ എല്ലാരും ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാറുള്ളൂ, ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഇടപഴകാറുള്ളൂ. അങ്ങനെയാണ് എല്ലായിടത്തും. ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. എടാ ബസ് പോയി ചോറ് കഴിച്ചോടാ. ഇല്ല, കണ്ടോ? സ്ട്രേറ്റ് ഫോർവേഡ് മറുപടി. ഞാൻ ഫുഡ് കഴിച്ചടാ. എന്നോട് ചോദിച്ചിട്ടില്ല. അല്ല, നീ ഇങ്ങോട്ട് വന്നേടാ. പറഞ്ഞല്ലോ നമ്മള് മറ്റവളെ അതിന്റെ ഇടയ്ക്ക് കൂടെ ഗോൾ അടിക്കണം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എനിക്ക് അവളെ ഒട്ടും അവളെ എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കണല്ല. എനിക്ക് തല്ലമ്പാ. നീ ആ പെണ്ണിനെ நீ சொல்லு யாரு மட்டும் പറയണ്ട. നമ്മളെങ്ങനെങ്കിലും ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേ അവളെ ആലിസ് എന്താണ് ആലിസിനെ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയാം. ഹലോ ബ്രഹ്മചാരി, എടാ അതിനെ കൊന്നു. ഞാനല്ല കോച്ചാണ്. കോച്ച്, നിങ്ങക്ക് എന്താ കോച്ച്? ഹലോ ഹലോ, ആരാണ്? കണ്ണൻ സ്രാങ്ക്. കണ്ണൻ സ്രാങ്കോ? ആ, എന്താ കണ്ണൻ സ്രാങ്ക്? നിങ്ങള് നാട്ടിലുണ്ടോ? ഇവിടെ നാട്ടിലുണ്ടോന്നോ? സിറ്റിയിലുണ്ടോ? ആരാ പിന്നെ സംസാരിക്കുന്നേ? അതല്ല, ഇവിടെ ഈ സിറ്റി, മുതുക്ക് സിറ്റിയിലെ മുതുക് സിറ്റിയിലില്ല. എന്റെ മകളെ നിങ്ങള് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടപ്പോ നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു അർജന്റ് സിറ്റുവേഷനിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് മേലോട്ട് കൊണ്ട് തന്നേടാ. എന്റെ
ഓട്ടിക്കാതെ മര്യാദയ്ക്ക് താഴെ കിട്ടുക. പാലത്തിന്റെ അടി, ഞാൻ പാലത്തിന്റെ അടി നിൽക്കും. പാലത്തിന്റെ അടിയിലോ ജോക്കി? ഞാൻ ഇവിടെ റിപ്പയറിന്റെ മുതുക്കില്. എടാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിന്റെ അടിയിൽ ഒരു സാധനം ഇല്ല. 8002 നീ എവിടെ വാ, നീ എവിടാണിത്? ഞാൻ മുതുക്കില് റിപ്പയർ നിൽക്കുക. മുതുക്കിന്റെ റിപ്പയറൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നീ 8002 വാടാ. നീ ജോക്കി കോള് കട്ട് ചെയ്യണം. ഞാൻ എന്താ ഇവിടെ മുതുക്കില് റിപ്പയർ നിൽക്കാം. ജോക്കി ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ തല അറുത്തിടും. അല്ല നീ റിപ്പയർ കഴിഞ്ഞിട്ട് 8002 വരാൻ താഴെ. എവിടെ 8002 മറ്റേ കൊറേ മരങ്ങൾ ഇരിക്കുന്ന കൊറേ പാല് വലിയ 8002. ഈ ഗ്യാങ് ചിഹ്നത്തെറിച്ച് പോയ അവന്മാരെല്ലാം ഒന്ന് വിളിക്കണേ. മെസ് ബോയ്, കോച്ച്, കോച്ചല്ല കാമക്കുടിക്കേങ്ങി. എടാ പിടിച്ചു കേട്ടാ, പിടിച്ചു കേട്ടാ. എന്ത് പറയും? ഹലോ പാലത്തിന്റെ അടിയിലോട്ട് വിളിച്ചു നോക്കി. എല്ലാരും ഒന്ന് വന്നേ. ജോക്കി എവിടെ? ഹലോ, നിങ്ങൾ വെടിവെക്കാൻ തോക്കിന്റെ വെടിവെച്ച് വെടിവെക്കാനല്ലോ നിങ്ങളെ ഗ്യാങ് എടുത്തേ. നിങ്ങൾ എന്തോ പിന്നെ പെമ്പിളാറുടെ കിടന്ന് വഴുതി കളിക്കുന്ന എന്തോ? நான் மட்டும் இல்ல. പാലത്തിന്റെ അടിയിൽ എന്താ പരിപാടി? പാലത്തിന്റെ അടി കുട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് അടുത്ത് കണ്ണാപ്പിയും നമ്മുടെ ടീം, കണ്ണാപ്പിയും ബോബോയും നമ്മുടെ മാമനൊക്കെയാണ് നമ്മുടെ ടീം. അതിശക്തിയമായി ഗ്യാങ്ങിൽ ഇത്രയും എംബോക്കികൾ പാലത്തിന്റെ അടിയിൽ പെൺപിള്ളാരുമായി നിന്ന് ഉത്സവം ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നാറി പുഴുത്തിരിക്കുന്ന മുഖം നോക്കി നോക്കിയടാ. ജോക്കി ഏപ്രിൽ 1-ാം തീയതി ജോക്കി നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് ആക്കിയത്. വാണത്തലയന്മാരെ മാമ കണ്ണാപ്പി കണ്ണാമ്പി നീങ്ങളത് വിട്ടുപോലോ. അയ്യേ അതുകൊണ്ടല്ലേ ജോക്കി അതുകൊണ്ടല്ലേ നമുക്ക് ജോക്കിക്ക് അറിയാവുന്ന പെൺകുട്ടികളെ മാത്രം വിളിച്ചതാ. ജോക്കി മറ്റേ PA ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച ആ കൊച്ചിനെ വിളിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഇതിനകത്തുള്ള അതായത് ഇവന്മാരുടെ ഒക്കെ ഭാര്യ പെണ്ണുള്ള അതെന്തിനാ നമുക്ക് ആരുമില്ല എന്ന് പറയുന്നേ? അതെന്തിനാ നമുക്ക് കുട്ടി അഭിനയിക്കാൻ വന്നിട്ട് എല്ലാരും പോയി ഇവിടെ വെച്ചിട്ട് ഇവിടെ മുണ്ടിട്ട് മറിക്കാറുണ്ട്. നിനക്ക് ഞാൻ തരാ വേണം, നിനക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഓടി പലേറ്റലോട്ട് വരുന്ന സമയത്താണ് സംഭവിക്കണം. നമ്മൾ ഡൈവേർട്ട് ചെയ്തില്ലേ വിജയതാ. ഈ നിനക്കൊക്കെ ഈ പാര വെക്കുന്നതിനുള്ളത് ഞാൻ തരുവേ. ചേട്ടാ എന്റെ കറണ്ട് പോയി കേട്ടോ. പക്ഷെ നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലോ 4 പേരുണ്ടല്ലോ, ഈ 4 പേര് കണ്ണാപ്പി, മാമൻ, ബോബോയ്.
അന്ന് വിളിക്കുന്നത് എടാ ഈ SRK കണ്ണാപ്പി ബോബോയി ഇവരൊക്കെ ഉണ്ടല്ലോ ഗ്യാങ്ങിന് വേണ്ടി അഹോരാത്രം നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാ. അല്ലെങ്കിൽ ഗ്യാങ്ങിൽ ഇത്ര വേട്ടാവളിയന്മാരെ ആഴു പെൺപിള്ളാരുടെ കൂടെ ഇത്ര ഒരു കീഴിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് അറിയിക്കാൻ തോന്നുന്നു ഇല്ല. ஐயோ ஜோக்கி உங்களுக்கு ஒரு பொண்ணு தானே கூப்பிட்டு போனா ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇങ്ങനെ നടന്നിട്ട് പഞ്ചാമൃതം പട്ടത്തിയുടെ തമ്മിൽ തിരിച്ചറിയാതായ അല്ലല്ല ഞാൻ പറയാണ്, ഞാൻ ഇപ്പൊ ഗ്യാങ്ങിൽ ആര് നല്ലത് ചെയ്താലും കഴിഞ്ഞാലും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ വാസു. എന്റെ പൊന്ന് ജോക്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേ വലത്ത് നിന്ന് ഒന്നാമത്തെ ഈ പച്ചമുടി ഇട്ടത് ഇന്നേ വരെ ഒരു ഉപകാരം ഈ ഗ്യാങ്ങിനുണ്ടായിട്ടില്ല. അടിയും വഴക്കും പെണ്ണുപിടിയും എല്ലാം ആയിട്ട് നടക്കണം. പിന്നെ രണ്ടാമത്തവൻ ഇവന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത പോലത്തെ ബോന്തയും TV കയറുന്നതിന് മുമ്പ് 50,000 മറ്റേ വിഷമ വീഡിയോയോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം ഗ്യാങ്ങിലും കണ്ടിട്ടില്ല, വെളിയിലും കണ്ടിട്ടില്ല. പിന്നെ അടുത്ത് വരണം, എല്ലാ ആഴ്ചയിലും മിനിമം 3 കമ്പാക്ക് പുള്ളിയുടെ ഒരു പോളിസിയാണ്. ജന്മനാ തൊട്ടേ പുള്ളിക്ക് കമ്പാക്ക് അടിക്കുന്നതിൽ ഭയങ്കര കാര്യമാണ്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി ഒരു RP വരെ തന്നിട്ടാണ് റഷ്യക്ക് പോയത്. എന്നിട്ട് നേരെ തിരിച്ചു പോയത്, പിന്നെ വന്ന് സീറ്റ് ചെയ്താൽ ഇവിടെ വന്നു. ഇപ്പൊ പുള്ളി പറയണത് ഇപ്പൊ ഇവിടെ വീണ്ടും അടുത്ത് അപ്പോഴേ പറഞ്ഞ് വാസു അത്രയും ക്ലീൻ ആണ്, ഒരു പരിപാടിക്ക് നിന്നെ ആരെങ്കിലും പിടിച്ചിങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നോടാ എക്സിറ്റ് അടിച്ച്. പിന്നെ ഏറ്റവും അവസാനത്തെ ജോക്കി മറ്റേ പുള്ളി ആരണ്ട തള്ളക്ക് വിളിച്ച് 14 ദിവസത്തെ ബാനും കിട്ടി. വാസു മോൻ ഇങ്ങോട്ടൊന്ന് വന്നോ, ഇങ്ങോട്ടൊന്ന് വന്നു. എല്ലാവർക്കും സുഖമായിട്ടല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഞരമ്പേ ഓടുന്ന സമയത്ത് ഞാൻ വരമ്പേ ഓടി തുടങ്ങിയതാ. അതങ്ങനെയല്ലല്ലോ, നീ വരമ്പി തൂർന്ന സമയത്ത് ഞാൻ പാളം തൂർത്ത് തുടങ്ങി, അങ്ങനെ എന്തല്ലേ? അത് ഞാൻ അന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ ഇങ്ങനെ പറയുന്നതാ, നീ അതിന്റെ ഇടയ്ക്ക് പറയാ. ഓക്കെ